ഇറച്ചി, മീൻ, മുട്ട ഇതൊന്നും വേണ്ട കേട്ടോ. ഇത് വെറുതെ അങ്ങോട്ട് വാരി തിന്നാന്. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് സ്പൈസസും ചെറിയൊരു സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം. ഒന്നങ്ങ് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒരു ടേബിൾ സ്പൂണും 2-3 പച്ചമുളകും കൂടി ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചെറിയൊരു തക്കാളിയും ചെറിയൊരു ക്യാരറ്റും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇടയിലിട്ട് ഈ ക്യാരറ്റും തക്കാളിയൊക്കെ നന്നായി അങ്ങ് വെന്ത് വരണമല്ലോ. അപ്പൊ അതിനായിട്ട് മൂടി വെക്കാം. വെന്ത് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 2 പീസ് മാഗി ക്യൂബ്. ഈ പൊടികളായിട്ട് ഗരം മസാല മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ചെറിയൊരു നാരങ്ങയുടെ നീരും കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ തൈരും. ഇത് ഒട്ടും പുളിയില്ലാത്ത തൈരാണേ. പുളിയുള്ളതാണെങ്കിൽ തൈര് ചേർക്കണമെന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി കഴുകി 15 മിനിറ്റ് കുതിർത്തി വെള്ളം കളഞ്ഞെടുത്ത ബസ്മതി റൈസ് ഇട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 4 മിനിറ്റ് ഒന്നങ്ങ് വറുത്തതിന് ശേഷം 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച്